ഹലോ, ഒരു ഹാങ്ങിങ് ഓർഗനൈസറാണ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഓർഗനൈസറാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ ഓർഗനൈസർ ഉണ്ടാക്കാൻ വേണ്ടി തുണിയും കാർഡ്ബോർഡുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കാർഡ്ബോർഡിനേക്കാൾ 2 ഇഞ്ച് കൂട്ടി വേണം നമുക്ക് തുണി കട്ട് ചെയ്യാൻ. നമ്മൾ എത്ര കാർഡ്ബോർഡ് എടുക്കുന്നു അതിനനുസരിച്ചിട്ടാണ് നമ്മളിതിൻ്റെ നീളം നോക്കുന്നത്. ഞാനിവിടെ 3 കാർഡ്ബോർഡാണ് യൂസ് ചെയ്യുന്നത്. 3 കാർഡ്ബോർഡ് ഒരേ അളവിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് പിന്നെ നമുക്ക് ഇതുപോലൊരു പീസ് തുണി വേണം. ഇതുപോലെ കാർഡ്ബോർഡ് വച്ചിട്ട് നമ്മൾ 1-2 ഇഞ്ച് നമ്മൾ സ്ഥലം വിട്ടിട്ട് നമുക്കതിനെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ എടുത്ത തുണി നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന രീതിയിലാണ് ചെയ്യുന്നത്. താഴ്ഭാഗത്തും സെൻറ്ററിലും മുകളിലും അങ്ങനെയാണ് നമ്മൾ 3 കാർഡ്ബോർഡ് കൊടുക്കുന്നത്. നമ്മളിതിൽ എടുക്കുമ്പോൾ കാർഡ്ബോർഡ് കട്ടിയുള്ള കാർഡ്ബോർഡ് എടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് 2 കാർഡ്ബോർഡ് യൂസ് ചെയ്യാം. ഒന്നിൽ തന്നെ 2 കാർഡ്ബോർഡ് യൂസ് ചെയ്ത് ചെയ്യാം. ഇതിലങ്ങനെ ചെയ്യുന്നുണ്ട്. നമുക്ക് തുണി ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ടിട്ട് നമുക്കിതിൻ്റെ ഈ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം, സർക്കിളായിട്ട് വരുന്ന രീതിയിൽ. നമ്മൾ സെൻറ്ററിൽ വയ്ക്കുന്ന തുണിയെ നമ്മളിതുപോലെ എടുത്തിട്ട് അതിൻ്റെ പുറത്ത് കാർഡ്ബോർഡ് വെച്ചിട്ട് നമ്മളതിനെ വരച്ചെടുക്കുന്നു. 1-2 ഇഞ്ച് നമ്മൾ ഗ്യാപ്പ് വിട്ടിട്ട് വരയ്ക്കാൻ നമുക്ക് മറ്റേ തുണിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. ഒത്തിരി ടൈറ്റ് ആവാത്ത രീതിയിൽ നമ്മൾ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇതിനെ വരച്ചെടുത്ത് ആ ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് കൊടുക്കണം. അത് നമ്മൾ മറച്ചിട്ടിട്ടാണ് സ്റ്റിച്ച് കൊടുക്കുന്നത്. ഉൾവശത്താണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ ഈ തുന്നിയ ഭാഗം സെൻറ്ററിൽ വരുന്ന രീതിയിൽ നമുക്ക് മടക്കിയിടാം. എന്നിട്ട് അതിൻ്റെ ഡയറക്റ്റ് താഴ്ഭാഗത്ത് നമുക്ക് മാർക്ക് ചെയ്യാം. ഈ വരയുടെ കറക്റ്റ് അളവിൽ നമ്മൾ കാർഡ്ബോർഡും വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ടൈറ്റായിട്ട് തന്നെ ഇതിനെ വരച്ചിടണം. കാർഡ്ബോർഡ് നമ്മൾ ഉള്ളിൽ കയറേണ്ട ഒരു സ്പേസ് മാത്രം മതി, നമുക്ക് വരച്ചെടുക്കാം. അതുപോലെ മുകൾ ഭാഗത്ത് നമ്മളതുപോലെ വരച്ചെടുക്കുന്നുണ്ട്. തുണിയുടെ ഉൾവശത്തോ പുറത്തോ വെച്ച് വേണമെങ്കിൽ നമുക്ക് വരയ്ക്കാം. അങ്ങനെ നമ്മൾ 2 സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ആ വരച്ച 2 സൈഡും മുകളിലും താഴെയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതിനെ 4ആയിട്ട് മടക്കിയതിന് ശേഷം അതിൻ്റെ സെൻറ്റർ നമ്മൾ വരച്ചു കൊടുക്കണം. സെൻറ്ററിൽ തുണി കൊടുക്കാൻ വേണ്ടിയാണ്. സെൻറ്ററിൽ നമുക്ക് മുകളിൽ താഴ്ത്തി നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വരച്ചു കൊടുക്കാം. ഇത് നമ്മൾ താഴെ കുറച്ച് സ്പേസ് കൂടുതലും മുകളിൽ കുറച്ച് സ്പേസ് കുറവും ആ ഒരു രീതിയിലാണ്. കറക്റ്റ് സെൻറ്റർ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന തുണിയുടെ നല്ല വശത്താണ്. സെൻറ്ററിൽ വയ്ക്കുന്ന തുണിയുടെ ഉൾഭാഗത്തുമാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾ തമ്മിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം, സെൻറ്ററിൽ വരുന്ന രീതിയിൽ. തുണിയുടെ എല്ലാ ഭാഗവും ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ കാർഡ്ബോർഡ് കയറുന്ന രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ സെൻറ്ററിൽ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കാർഡ്ബോർഡ് അതിൻ്റെ ഉള്ളിൽ വെച്ച് നോക്കി കറക്റ്റ് തന്നെയാണെന്ന് നോക്കണം. മുകൾ ഭാഗം നമ്മളിപ്പോൾ 3 ഭാഗവും ടൈറ്റായിട്ടാണ് കാർഡ്ബോർഡ് കയറ്റുന്നത്. ഇല്ലെങ്കിൽ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുള്ളൂ. ഇല്ലെങ്കിൽ 2 കാർഡ്ബോർഡ് ഓരോ ഭാഗത്തും 2 കാർഡ്ബോർഡ് വീതമൊന്ന് കയറ്റുള്ളൂ. അപ്പം നമുക്ക് കുറച്ച് ഇല്ലെങ്കിൽ നമുക്ക് നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ് വേണമെങ്കിൽ എടുക്കാം. അപ്പം നമുക്ക് ഇതുപോലത്തെ ഒരു ഷേപ്പിൽ കിട്ടും ഓർഗനൈസർ. ഒരു കബോർഡൊക്കെ പോലെ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതിൻ്റെ മുകളിൽ നമ്മൾ ഹാങ്ങിങ് കൊടുക്കാൻ വേണ്ടി നമ്മൾ തുണി വെച്ച് കൊടുക്കുന്നുണ്ട്, അത് തൂക്കി ഇടാൻ വേണ്ടിയിട്ട്. ഇതുപോലെ തുണി മടക്കിയിട്ട് നമ്മൾ അതിന് തിരിച്ചെടുക്കണം. തിരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ബാലൻസ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ തുണിയുടെ അറ്റത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. മുകളിലത്തെ കാർഡ്ബോർഡിൻ്റെ രണ്ട് സൈഡിലിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പം നല്ല ബാലൻസ് ആയിട്ട് അത് നിൽക്കുകയും ചെയ്യും. നമ്മൾ കാർഡ്ബോർഡ് കയറ്റി ഈ ഭാഗം നമ്മളിതുപോലെ മടക്കി വെച്ചിട്ട് നമ്മൾ കൈത്തുന്നൽ വെച്ച് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തും എടുക്കാം. അങ്ങനെ നമ്മൾ ഹാങ്ങിങ് ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ നല്ലൊരു ഷെൽഫ് പോലെയാണ്. സ്പേസ് കുറവാണെങ്കിൽ നമുക്ക് ഇതിൽ വെച്ചാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാനും എളുപ്പമുള്ള രീതിയിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ വയ്ക്കുന്ന കാർഡ്ബോർഡിനനുസരിച്ചാണ് ഇതിൻ്റെ വെയിറ്റ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്.